ഹായ് ഓൾ, ഗ്രോവിയ ഇ-കോമേഴ്സ് ബിസിനസ് പ്ലാൻ പ്രസൻറ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അധിക വരുമാനം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വീട്ടമ്മമാർ, സ്റ്റുഡൻസ്, ഓൾറെഡി മറ്റു ജോലികൾ ചെയ്യുന്നവർ, അതേപോലെ പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയാത്തവർ എന്നിവർക്ക് മുതൽ മുടക്കില്ലാതെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് വരുമാനം നേടാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഇവിടെ പ്രായപരിധി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒന്നും ഒരു മാനദണ്ഡമല്ല. എന്താണ് ഗ്രോവിയ? ഇ-കോമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തെ നെക്സ്റ്റ് ജനറേഷനാണ് ഗ്രോവിയ. നമ്മുടെ കമ്പനിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് grovia.biz എന്നാണ്. ഗ്രോവിയയുടെ വിഷൻ ആൻഡ് മിഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വിഷൻ എന്ന് പറയുന്നത് ജീവിത രീതിയിലും സാമ്പത്തികമായും ദീർഘവീക്ഷണമുള്ള ചിന്തകരുടെ ഒരു സമൂഹം കെട്ടിപ്പടുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇനി ഗുണപരമായ ഉൽപ്പന്നങ്ങൾ, സ്മാർട്ടായ അവസരങ്ങൾ, ശക്തമായ സമൂഹം, പരിവർത്തനാത്മക വിദ്യാഭ്യാസം എന്നിവയിലൂടെ ആളുകളെ വളരാനും വിജയിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചെയർമാൻ, നമ്മുടെ ഗ്രോവിയയുടെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ ഡോക്ടർ ജോളി ആൻ്റണി സർ. അദ്ദേഹം 20 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് മേഖലകളാണ് ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഫാം ടൂറിസം സെക്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ബിസിനസ് സംരംഭമാണ് ഗ്രോവിയ ഇ-കോമേഴ്സ് ബിസിനസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഫൗണ്ടർ ആൻഡ് CEO ഓഫ് അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം UAE, മാനേജിംഗ് ഡയറക്ടർ ദ വൈബ് ആൻഡ് ഫോക്ക് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ, കേരള മുതലായവയൊക്കെയാണ്. ഇനി എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സാധാരണ ഒരു കടയിൽ നിന്നോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് ഒരു മാനുഫാക്ചറിൽ നിന്ന് നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഇടനിലക്കാർ വരുന്നുണ്ട്. അവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 60% വില വർധന വരുന്നുണ്ട്. അത് ഇടനിലക്കാർ വഴി വരുന്ന അവർക്ക് ഹോൾസെയിലേഴ്സ്, സെയിൽസ് ഫോഴ്സ്, റീറ്റെയിലർ അങ്ങനെയുള്ളവർക്കും പിന്നെ അതേപോലെ അഡ്വർടൈസ്മെൻറ്റിനും അങ്ങനെയൊക്കെ ആയിട്ട് 60% വില വർധനവ് വരുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരില്ല. ഡയറക്റ്റ് മാനുഫാക്ചറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി കസ്റ്റമറിലേക്കാണ് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു 60% എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ലഭിക്കുന്നത്. ഇനി ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്റ്റ് സെല്ലിങ്ങും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകളാണ് പറയുന്നത്. ആദ്യം ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നത് റീറ്റെയിൽ ഷോപ്പ് വഴി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഷോറൂം വഴിയാണ് നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അതേപോലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് TV, റേഡിയോ, ന്യൂസ് പേപ്പർ, ഡിജിറ്റൽ ആഡ്സ് അങ്ങനെയുള്ള വഴിയാണ് പ്രൊമോഷൻ നടക്കുന്നത്. പിന്നെ ഇതിന് ഇടനിലക്കാരുണ്ട്. പിന്നെ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിനായിട്ടും സപ്ലൈ ചെയിൻസിനായിട്ടും ഒരുപാട് കോസ്റ്റ് സ്ട്രക്ചർ വരുന്നുണ്ട്. പിന്നെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് വളരെ ഇടനിലക്കാർക്ക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനാണ് കൂടുതൽ റവന്യൂ വരുന്നത്. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമറിലേക്കാണ് പ്രൊഡക്ട്സ് വരുന്നത്. അതായത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നത്. കാരണം വില ലാഭവിഹിതം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ലഭിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഓരോരുത്തരും ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്കാണ് ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. പിന്നെ നമ്മളുടെ പബ്ലിസിറ്റി അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ റെഫറൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ മിഡിൽമാൻ അതായത് ഇടനിലക്കാർ എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. പിന്നെ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ലോവറാണ്. പിന്നെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് കമ്പനി, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെ കൺസ്യൂമർ, അങ്ങനെയാണ് റവന്യൂ മോഡൽ വരുന്നത്. ഇനി നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസും ലോജിസ്റ്റിക്സും അതിൻ്റെ കോൺടാക്ട് നമ്പറും അതിൻ്റെ അഡ്രസ്സും ആണ് കാണുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂരാണ് ഹെഡ് ഓഫീസ് വരുന്നത്. നമ്മുടെ കമ്പനിയുടെ GST സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ പാൻ കാർഡ് എന്നിവയൊക്കെയാണ്. നമ്മുടെ കമ്പനി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് റൺ ചെയ്യുന്നത്.
നമ്മളുടെ ബ്രാൻഡുകളാണ് കാബിസ്റ്റോൺ, പ്യുവർവോ, വൈൽഡ് കാലിഫോർണിയ മുതലായവയാണ് നമ്മുടെ ബ്രാൻഡുകൾ. ഇത് നമ്മളുടെ ക്ലീനിങ് സൊല്യൂഷൻസിൻ്റെ, അതായത് പ്യുവർവോ ബ്രാൻഡിൽ വരുന്ന ക്ലീനിങ് സൊല്യൂഷൻസ് ആണ്. ഇവിടെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ലിക്വിഡ് ഡിറ്റർജൻറ്റ് മുതലായവ ഉണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഡെയിലി യൂസേജിന് ആവശ്യമായിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞു നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതി മാറ്റിക്കൊണ്ട് നമുക്ക് എക്സ്ട്രാ വരുമാനം നേടാമെന്ന് ഫസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾക്ക് ഡെയിലി ആവശ്യത്തിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് നിങ്ങളതിനെ ഇവിടെ കാണിച്ചു തരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലീനിങ് സൊല്യൂഷൻസിൽ വരുന്ന പ്യുവർവോ ബ്രാൻഡിൽ വരുന്ന പ്രോഡക്ട്സ്. പിന്നെ നമ്മളിപ്പോൾ പ്രോഡക്ട്സ് അല്ലാതെ തന്നെ നമുക്ക് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലും അതിൽ റിസോർട്ട് പാക്കേജുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന കുറച്ച് റിസോർട്ട് കളക്ഷൻസ് ആണ് വൈബ്, ഫോഗ്. ഇതൊക്കെ മൂന്നാറിലുള്ള 5 സ്റ്റാർ ലക്ഷറി റിസോർട്ട്സ് ആണ്. ഇതിൽ ഈ റിസോർട്ട് പാക്കേജുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇനി പ്രീമിയം കെയർ കാറ്റഗറിയിൽ വരുന്നതാണ് DQ ബ്രാൻഡിൽ വരുന്ന സോപ്പ്, ഷവർ ജെല്ല്, ഹാൻഡ് വാഷ്. ഇതെല്ലാം പർച്ചേസ് ചെയ്തും നമുക്ക് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാം. പിന്നെ പ്രീമിയം വാച്ച് കാറ്റഗറിയിൽ വരുന്നതാണ് വൈൽഡ് കാലിഫോർണിയ ബ്രാൻഡിൽ വരുന്ന പ്രീമിയം വാച്ചുകൾ. അത് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും വാച്ചസ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഡയമണ്ട് സ്റ്റഡ്, ഗ്രോവിയയുടെ സ്വന്തം ബ്രാൻഡിലുള്ള ഡയമണ്ട് സ്റ്റഡുകളും പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കാബിസ്റ്റോൺ ബ്രാൻഡിൽ വരുന്ന പ്രീമിയം ബെഡ്ഷീറ്റ്. ഇത് 100% പ്യുവർ കോട്ടണിൽ വരുന്ന ബെഡ്ഷീറ്റുകളാണ്. നമുക്ക് 2 ബെഡ്ഷീറ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടും നമുക്ക് എൻട്രി സ്റ്റാർട്ട് ആക്കാവുന്നതാണ്. പിന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് നമ്മൾ വെൽനെസ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനകത്ത് വരുന്നതാണ് ചോക്ക് എം സ്റ്റാമിന, നമ്മുടെ സ്റ്റാമിന ബൂസ്റ്ററായിട്ട് വരുന്ന ചോക്ലേറ്റ്സ് ആണ്. ഇത് പർച്ചേസ് ചെയ്തുകൊണ്ടും നമുക്ക് ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാം. അടുത്തതാണ് ചോക്ലേറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് ഹീമോറിച്ച്. നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അളവ് കൂട്ടാനും മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കാനൊക്കെ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ആണിത്. ഇനി അടുത്തതാണ് ലൂം ക്രാഫ്റ്റിൽ വരുന്ന നമ്മളുടെ ഗ്രോവിയ ടീഷർട്ട്സ് ആണ്. ഇതിൻ്റെ കോംബോ പാക്ക് എടുത്തുകൊണ്ടും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് പെർഫ്യൂം ബ്രാൻഡിൽ. പെർഫ്യൂംസ് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. പെർഫ്യൂംസ് പർച്ചേസ് ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാം. ഇനി വെൽനെസ് പ്രോഡക്ട്സും ഉണ്ട്. അതിൽ നമുക്ക് ഒമേഗ 3 ട്രിപ്പിൾ, ഗൂൾക്കട്ട്, ജാം, ഹേർട്ട് ഷീറ്റ് മുതലായ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വെൽനെസ് പ്രോഡക്ട്സുകളും അവൈലബിൾ ആണ്. ഈ വെൽനെസ് പ്രോഡക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതും മറ്റേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്ത് കിട്ടും നമുക്ക് ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാം. ഇനി നമ്മളെ ബിസിനസ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ വരുന്നത്, എത്ര പോയിന്റിന് പർച്ചേസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് കോമ്പോസ് ആയിട്ട് 3 വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ 25 GB. നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ്, ഓരോ ജീവികളാണ്. ജീവി പറഞ്ഞാൽ ഗ്രോവിയ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ 25 GBക്ക് പർച്ചേസ് ചെയ്താൽ നമ്മൾ എസെൻഷ്യൽ കാറ്റഗറിയിലാണ് എൻട്രി ആവുന്നത്. അവിടെ നമുക്ക് ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇനി അടുത്ത് വരുന്ന അഡ്വാൻസ്ഡ് ആണ്. അവിടെ 50 GBക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപയായിരിക്കും. ആൻഡ് ലാസ്റ്റ് വരുന്നത് പ്രീമിയം ആണ്. പ്രീമിയത്തിൽ 100 GBക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 രൂപയാണ് നമ്മുടെ ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ദിവസം 30,000 തൊട്ട് ഒരു മാസം 9 ലക്ഷം രൂപ വരെ നേടാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരമാണ് നമ്മുടെ ഗ്രോവിയ എന്ന് പറയുന്നത്. ഇനി ഏണിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ, നമ്മുടെ ഗ്രോവിയ ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണ് ഏണിങ്സ് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞു നമ്മൾ 25 GB അല്ലെങ്കിൽ 50 GB അല്ലെങ്കിൽ 100 GB ഇതിനൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഒരു റീറ്റെയിൽ
പ്രോഫിറ്റ് നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതായത് MRPന്ന് കുറഞ്ഞിട്ടുള്ള ഒരു റേറ്റ് നമുക്ക് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിനായിരിക്കും നമ്മുടെ അടുത്തുള്ള ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് അത് കസ്റ്റമറിലേക്ക് വിൽക്കുന്നത് MRP റേറ്റിനായിരിക്കും. അപ്പോൾ അവിടെ അവർക്ക് ഒരു ചെറിയ ലാഭം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ടീം ഡെവലപ്മെൻറ്റ് ബോണസ്. ഇവിടെ നമ്മൾ ബൈനറി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്ത് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പായിട്ട് നമ്മുടെ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ, നമുക്ക് ആരും ആയിരിക്കാം, അവരെ നമ്മൾ ഇതേപോലെ എൻട്രി എടുപ്പിക്കുന്നു. അവർ ഇതേപോലെ പർച്ചേസ് ചെയ്യുന്നു. 25 പോയിൻ്റ്, 50 പോയിൻ്റ്, 100 പോയിൻ്റ് അങ്ങനെ പർച്ചേസ് ചെയ്യും. അവിടെ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ പോയിൻ്റ് മാച്ച് ആകുമ്പോൾ നമുക്ക് 20 രൂപയും, 100 പോയിൻ്റ് മാച്ച് ആകുമ്പോൾ 2000 രൂപയും, 500 ആണെങ്കിൽ 10000 രൂപയും, 1000 ആണെങ്കിൽ 20000 രൂപ, 1500 ആണെങ്കിൽ 30000 രൂപ. അങ്ങനെ നമുക്ക് ഡെയിലി മാച്ചിങ് സീലിംഗ് ലിമിറ്റിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബിസിനസ്സാണ്, എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ലെഫ്റ്റ് ചാനലിൽ 1500 GB റൈറ്റ് ചാനലിൽ 2000 GB മാച്ചിങ് ആയെങ്കിൽ 1500 മാച്ചായിട്ട് നമുക്ക് 30000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബാക്കി 500 പോയിൻ്റ് പിറ്റേ ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് റൺ ആവുന്നത്. ഇനി മന്ത്ലി മെറിറ്റ് ബോണസ്. ഇത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ 3ാമത്തെ റാങ്ക്. നമ്മുടെ കമ്പനിക്ക് 15 റാങ്കുകളാണുള്ളത്. അതിലേറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റാങ്കാണ് ടീം ലീഡർ എന്നറിയപ്പെടുന്ന 3ാമത്തെ റാങ്ക്. ഈ 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ചില ക്രൈറ്റീരിയാസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് പെർഫോമൻസ് ബോണസായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഇനി ലെഗസി ലൈൻ ബോണസ് അഥവാ ജനറേഷൻ ഇൻകം. നമ്മളുടെ സ്പോൺസർഷിപ്പിൽ വരുന്ന മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ആയിക്കോട്ടെ, അവർ റീപർച്ചേസ് ചെയ്യുക. നമ്മൾക്ക് ഡെയിലി യൂസേജിന് വേണ്ട പ്രോഡക്റ്റ്സാണ് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർ വീണ്ടും നമുക്ക് യൂസേജിന് വരുന്ന പ്രോഡക്റ്റ് വീണ്ടും പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അതിൻ്റെ പ്രൈസിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ലെഗസി ലൈൻ ബോണസ് എന്നറിയപ്പെടുന്നത്. ഇനി ഫാമിലി ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഇപ്പോൾ നമ്മൾ മന്ത്ലി പെർഫോമൻസ് ബോണസ് വാങ്ങിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള വ്യക്തികൾ സോണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിലെത്തും. അതായത് 8ാമത്തെ റാങ്കിലെത്തുമ്പോൾ തൊട്ട് ഈ പെർഫോമൻസ് ബോണസ് വാങ്ങിക്കുന്ന എല്ലാവരും ചില ക്രൈറ്റീരിയാസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നോമിനി ആരാണോ, ഫാമിലിയിൽ ആരാണോ നമ്മളെ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത്, അവരുടെ അക്കൗണ്ടിലേക്ക് മന്ത്ലി 5000 രൂപ ഫാമിലി ഗ്രാറ്റുവിറ്റി ഫണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ആനുവൽ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനിയിലെ 13, 14, 15 റാങ്കുകളിലെത്തുമ്പോൾ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 0.5% മുതൽ 1.5% വരെയുള്ള ഒരു എമൗണ്ട് ആനുവൽ പ്രോഫിറ്റായിട്ട് ഈ 3 റാങ്കുകളിലുള്ള ഓരോ വ്യക്തികൾക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഫാമിലി ഇൻഷുറൻസ്. നമുക്കറിയാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട്സ് നമ്മൾ പ്രീമിയമായിട്ട് പേ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ബോണസ് അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, മെറിറ്റ് ബോണസ് അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവരുടെ ഫാമിലി, അതായത് ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. എക്സിക്യൂട്ടീവ് ലീഡർ, അതായത് 5ാമത്തെ റാങ്ക് മുതലാണ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നൽകപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്മാർട്ട് എഡ്ജ് ബോണസ്. എക്സിക്യൂട്ടീവ് ലീഡർ എന്ന റാങ്കിലെത്തുമ്പോൾ 15000 രൂപയുടെ മൊബൈൽ ഫോൺ ഫണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് സീനിയർ എക്സിക്യൂട്ടീവ് ലീഡർ എന്ന റാങ്കിലെത്തുമ്പോൾ 50000 രൂപയുടെ സ്മാർട്ട് എഡ്ജ് ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ലാപ്ടോപ്പ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്.
അത് നമുക്ക് ലാപ്ടോപ്പ് വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ എങ്ങനെയായാലും നമുക്ക് ക്യാഷ് ആയിട്ടാണ് ലഭിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റീജിയണൽ ഡയറക്ടർ സെയിൽസ് എന്ന റാങ്കിലെത്തുമ്പോൾ 1 ലക്ഷം രൂപയുടെ റൈറ്റ് ടു ഗ്ലോറി എന്നറിയപ്പെടുന്ന ബൈക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി നാഷണൽ ഡയറക്ടർ സെയിൽസ് എന്ന റാങ്കിലെത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ ഡ്രീം ലേൺ ഡ്രൈവ് എന്നറിയപ്പെടുന്ന എഡ്യൂക്കേഷണൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റുഡൻസിന് അവരുടെ എഡ്യൂക്കേഷനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്കായിട്ടോ ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് തരുന്ന ഫണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെയിൽസ് എന്ന റാങ്കിലെത്തുമ്പോൾ ഇൻ്റർനാഷണൽ ഡ്രീം വോയേജ്, അതായത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നമ്മുടെ ഫാമിലിയിലെ 2 പേർക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോയി എൻജോയ് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ക്യാഷായിട്ട് ലഭിക്കുന്നതല്ല. ഇനി സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെയിൽസ് എന്ന റാങ്കിലെത്തുമ്പോൾ 10 ലക്ഷം രൂപയുടെ ലക്ഷറി വീൽസ് റിവാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മളുടെ എന്താവശ്യത്തിന് ഇവിടെ നമ്മൾ കാർ ഫണ്ട്, പ്രീമിയം കാർ ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ കാറൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അംബാസഡർ എന്ന റാങ്കിലെത്തുമ്പോൾ 50 ലക്ഷം രൂപയുടെ ലാക്സ് ലെഗസി ക്ലബിലേക്ക് നമ്മൾ വരുന്നുണ്ട്. 50 ലക്ഷം രൂപയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെ വരുന്നതാണ് ക്രോർ അച്ചീവേഴ്സ് സർക്കിൾ എന്ന അവിടെ നമുക്ക് ഗ്ലോബൽ അംബാസഡർ എന്ന റാങ്കിലെത്തുമ്പോൾ 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വീടെന്നൊരു സ്വപ്നം ഉള്ളവരായിരിക്കും, അങ്ങനെ ഒരു സ്വപ്നം ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പം നമുക്ക് ഈ ഫണ്ടെല്ലാം ഒരു വീട് വിൽക്കാനോ അങ്ങനെ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഗ്ലോബൽ ക്രൗൺ അംബാസഡർ, അതായത് 15ാമത്തെ റാങ്ക് എത്തുമ്പോൾ 2 കോടി രൂപയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കോടികൾ വരുമാനം നേടാൻ പറ്റുന്ന, അതായത് 15ാമത്തെ റാങ്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ഒരു 9 കോടിയോളം രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്രയും വലിയൊരു തുക ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നമായിട്ട് കാണും. പക്ഷേ നമുക്കിവിടെ സ്വപ്നമല്ല, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത്. അപ്പോൾ എല്ലാവരും അവരവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ് നമ്പർ, മെയിൽ ID, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആരാണോ നിങ്ങളെ സമീപിച്ച് ഈ ബിസിനസ്സിനായിട്ട് സമീപിച്ചിട്ടുള്ള അവർക്ക് കൈമാറിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ റാങ്കുകൾ എന്ന് പറയുന്നത്. 15 റാങ്കുകളാണ് ഈ കാണുന്നത്. പക്ഷേ ഗ്രേറ്റ് ജേർണി ബിഗിൻസ് വിത്ത് 1 ബോൾഡ് ഡിസിഷൻ, അതായത് നമ്മൾ മഹത്തായ ഒരു ജേർണി, ഒരു യാത്ര തുടങ്ങുന്നത് ഒരു ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഒരു ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാം. എത്രയും പെട്ടെന്ന് എല്ലാവരും ഗ്രോവിയ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കുക. സാധാരണക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി സാമ്പത്തികമായി സാമൂഹ്യപരമായി മാറ്റം വരുത്താൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആൻഡ് താങ്ക് യു.